ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശരിയാണ്. സച്ചിക്കും അർച്ചനയ്ക്കുമുള്ള പാലിൽ മയക്കുപൊടി ചേർക്കുകയാണ് അനഘ. തുടർന്ന് അനഘ വന്ന് അവന്തികയോട് പറയുകയാണ്, കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനഘയെ നീ ഇങ്ങനത്തെ ഒരു വക്രബുദ്ധിയാണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞേനെ. എൻ്റെ ചേച്ചി ഇതൊക്കെ ഏൽക്കും. ചേച്ചി ചെയ്തത് തന്നെയാണ് ഞാൻ ചെയ്തത്. ഗ്ലാസ് വെള്ളത്തിൽ അവൾ എൻ്റെ വിവാഹം മുടക്കിയപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഞാൻ അവളുടെ യാത്രയും മുടക്കി, അത്ര തന്നെ. 7 മണിവരെയുള്ള കാര്യം നീ ഒരു തീരുമാനമാക്കിയാൽ മതി, ബാക്കി പിന്നെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവന്തിക പറയുമ്പോൾ, എൻ്റെ ചേച്ചി അവരെന്താണെങ്കിലും ഉറക്കം എഴുന്നേൽക്കാൻ 10 മണി കഴിയും, ചേച്ചി നോക്കിക്കൊള്ളാൻ അനഘയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന താൻ പോകുന്ന കാര്യം കൂട്ടുകാരിയെ വിളിച്ചു പറയുകയാണ്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. എന്താ സച്ചേട്ടാ മുഖമൊക്കെ വിഷമത്തോടെ ഇരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, താൻ വിഷമിക്കരുത്, നാളത്തെ നമ്മുടെ യാത്ര ക്യാൻസലായി. അവർ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല സച്ചിയേട്ടാ, യാത്രയാണെങ്കിലും ഈ മുറിയാണെങ്കിലും സച്ചിയേട്ടൻ്റെ ഒപ്പം ഇരിക്കുന്നതാ എനിക്കിഷ്ടമെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് സച്ചിയെ ചേർത്ത് പിടിച്ചിട്ട് അർച്ചന പറയുകയാണ്, സത്യത്തിൽ ഇങ്ങനെ ഏത് നേരവും സച്ചിയേട്ടനെ നോക്കിയിരിക്കാനാ എനിക്കിഷ്ടം. അപ്പോൾ എനിക്കെന്താ ഓഫീസിൽ പോകണ്ടേന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഓഫീസിലൊന്നും പോകണ്ടെന്ന് അർച്ചന പറയുന്നു. എങ്കിലേ ഞാനത് വെറുതെ പറഞ്ഞതാ, നമ്മൾ നാളെ എന്താണെങ്കിലും പോകുന്നുണ്ട്, ഞാൻ തന്നെ ഒന്ന് കളിപ്പിച്ചതാ. ഇത് കേൾക്കുന്ന അർച്ചന പിണക്കത്തോടെ മാറി നിൽക്കുമ്പോൾ അർച്ചനയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സച്ചി. എടോ എനിക്കൊരു തെറ്റ് പറ്റിയതാടോ, താൻ എന്നോട് ക്ഷമിക്കാൻ സച്ചി പറയുമ്പോൾ അർച്ചന സച്ചിയെ നോക്കുന്നില്ല. അർച്ചനയുടെ മുമ്പിൽ നിന്ന് ഏത്തമിടുകയാണ് സച്ചി. ഇത് കാണുന്ന അർച്ചന പൊട്ടിച്ചിരിച്ചുകൊണ്ട് സച്ചിയെ നോക്കുകയാണ്. പെട്ടെന്നാണ് താൻ പിണങ്ങിയിരിക്കുകയായിരുന്നല്ലോ എന്നുള്ള കാര്യം അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ സച്ചിയിൽ നിന്നും മുഖം തിരിച്ചു നിൽക്കുകയാണ് അർച്ചന. ഓഹോ അങ്ങനെയാണോ, എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് സച്ചി തിരിയുമ്പോൾ അർച്ചന തിരിഞ്ഞു നോക്കുന്നില്ല. തുടർന്ന് കഥ കടക്കുന്ന ശബ്ദം കേട്ട് അർച്ചന നോക്കുമ്പോൾ മുറിയിലെങ്ങും ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ പോയോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർച്ചന കഥകിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ മുമ്പിലേക്ക് സച്ചി ചാടി വീഴുകയാണ്. ഇപ്പോൾ പിണക്കം മാറിയോ? അങ്ങനെ വീണ്ടും അർച്ചനയോട് സച്ചി സോറി പറയുമ്പോൾ അർച്ചനയുടെ പിണക്കമൊക്കെ മാറുകയാണ്. അതേസമയം അമ്പിളി പാലുമായിട്ട് സച്ചിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് അർച്ചന വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് അമ്പിളി പാലുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. തുടർന്ന് സച്ചി അമ്പിളിയുടെ കയ്യിൽ നിന്നും ആ പാല് വാങ്ങി ടേബിളിന്റെ പുറത്തേക്ക് വെക്കുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങുന്ന അവന്തികയാണ്. അവന്തികയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്താ നമ്മുടെ കാര്യമെല്ലാം മറന്നുപോയോ? സച്ചിയേട്ടന്റെ കഥക് ഇതുവരെ തുറന്നിട്ടില്ല. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ നിന്റെ പ്ലാൻ വർക്കൗട്ട് ആയില്ലേ? ഞാൻ കലക്കിയ പൊടിയുടെ ഹാങ് ഓവറിലെ രണ്ടുപേരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഡൽഹി പോയിട്ട് ഇന്ന് അവർ ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഇനി ബാക്കി വാക്ക് പാലിക്കേണ്ടത് ചേച്ചിയുടെ കടമയാണെന്നും അനഘ പറയുന്നു. ഇന്നലെ രാത്രി നീ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഇതൊക്കെ വർക്കൗട്ട് ആകുമോ എന്ന് സംശയമായിരുന്നു. എങ്കിലും നീ ആള് കൊള്ളാം. എൻ്റെ ചേച്ചി അവന്തികയെ പോലെ അവന്തിക മാത്രം മതി, അല്ലാതെ ആരും ചേച്ചിയുടെ ഒപ്പം എത്താൻ നോക്കണ്ട. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അമ്മേ, അർച്ചന ചേച്ചി എങ്ങാനും വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആതിര വരുമ്പോൾ വിളിച്ചില്ലെന്ന് കമല പറയുന്നു. അല്ല, അവർക്ക് ഇന്നല്ലേ പോകേണ്ടത്? എൻ്റെ മോളെ, ആരുറങ്ങിയാലും അർച്ചന ഉറങ്ങില്ലെന്ന് കമല പറയുന്നുണ്ടെങ്കിലും ആതിരയുടെ ടെൻഷൻ കണ്ടിട്ട് സ്നേഹയെ വിളിച്ച് ചോദിക്കാൻ കമല പറയുന്നു. അങ്ങനെ ആതിര സ്നേഹയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയുടെ മുറിയിലേക്ക് ചെന്ന് കൊട്ടി വിളിക്കുകയാണ് സ്നേഹ. അതേസമയം ആരും കതക് തുറക്കുന്നില്ല. തുടർന്ന് അങ്ങോട്ടേക്ക് അനഘയും അവൻ കൂടി വരികയാണ്. എന്താ, എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, അത് പിന്നെ ഇന്നലെ ഇവർക്ക് പോകേണ്ടത്, രണ്ടുപേരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അത് ശരിയാണല്ലോ. അത്രയും പറഞ്ഞ് അവന്തികയും കതകിൽ തട്ടുന്നുണ്ടെങ്കിലും ആരും കതക് തുറക്കുന്നില്ല. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, അവരുടെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടാകില്ല, ഉറങ്ങട്ടെ. ഇനി എന്താണെങ്കിലും എഴുന്നേറ്റാലും ഇപ്പോൾ പോകാൻ സാധിക്കില്ല. അല്ല, നീ അവരുടെ ഫോണിൽ വിളിച്ചായിരുന്നോ എന്ന് അനഘ ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് സ്നേഹ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്കും അനഘയ്ക്കും സന്തോഷമാവുകയാണ്. അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് വരികയാണ്. സന്ദീപിനെ കണ്ടയുടൻ സ്നേഹ പറയുകയാണ്, സന്ദീപേട്ട, ഇന്ന് അവർക്ക് ഡൽഹിയിൽ പോകേണ്ടത്, സച്ചേട്ടനും ഏട്ടത്തെയും വിളിച്ചിട്ട് കതക് തുറക്കുന്നില്ല. കോൺഫറൻസിന് പോയില്ലെന്ന് കരുതി ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെന്തിനാ ഇത്ര വിഷമമെന്ന് അവന്തിക ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, നിങ്ങളാരും അതേക്കുറിച്ചോർത്തൊന്നും ടെൻഷൻ ആകേണ്ട, ഏട്ടനും ഏട്ടത്തെയും എപ്പോഴേ പോയി. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഒരു ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ്. അവരെ രണ്ടുപേരെയും എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ടാ ഞാൻ വരുന്നതെന്ന് സന്ദീപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്.
അങ്ങനെ എയർപോർട്ടിലെ ചെക്കിങ്ങിനൊക്കെ ശേഷം അവർ രണ്ടുപേരും ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപ് പറയുകയാണ്, ഇന്നലെ രാത്രി ഏട്ടത്തി ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. എന്നെ വെളുപ്പിനെ തന്നെ വന്ന് വിളിച്ചുണർത്തിയത്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അനഘയെ നോക്കുകയാണ്. തുടർന്ന് സച്ചിയുടെ മുറിയുടെ താക്കോല് അവന്തികയെ ഏൽപ്പിച്ചിട്ട് സന്ദീപ് പറയുകയാണ്, ഏട്ടത്തിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞ് അർച്ചന ഏട്ടത്തി തന്നതാ. അത്രയും പറഞ്ഞ് സന്ദീപ് തൻ്റെ മുറിയിലേക്ക് പോകുന്നു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അനഘ ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി നടന്ന സംഭവങ്ങളാണ്. വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന അർച്ചന സച്ചിയോട് ചോദിക്കുകയാണ്, സച്ചിയേട്ടാ, ആരാ ഈ പാലിവിടെ കൊണ്ടുവച്ചത്? അത് പിന്നെ അമ്പിളി ചേച്ചി കൊണ്ടുവച്ചതാണെന്ന് സച്ചി പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന സംശയത്തോടെ ആലോചിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ അങ്ങോട്ട് ചെന്നല്ലേ പാലെടുക്കാറ്, ഇന്ന് പിന്നെ എന്താ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ അർച്ചന ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.